നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കരുൺ താപ്പയുടെ വിയോഗത്തോടെ കാസർഗോഡിന് നഷ്ടമായത് സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനം കൈമുതലാക്കിയ ജനകീയ നേതാവിനെ. അസുഖത്തെ തുടർന്ന് കുറച്ചു മാസങ്ങളായി ചികിത്സയിലായിരുന്നു. കോഴിക്കോട്ടെ മകളുടെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. കോഴി വളർത്തൽ കേന്ദ്രം തകർത്ത് തെരുവ് നായക്കൂട്ടം. കൊന്നൊടുക്കിയത് 50ഓളം കോഴികളെ. ഏക വരുമാനവും ഇല്ലാതായതോടെ ജീവിതം തന്നെ വഴിമുട്ടി കല്ലക്കട്ടയിലെ സഫ്വാൻ. കോൺഗ്രസ് കാസർഗോഡ് ബ്ലോക്ക് നേതൃയോഗം നടന്നു. മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. STU മഞ്ചേശ്വരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. AK അഷ്റഫ് MLA പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കാർഡിക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റാർസ് വർണ്ണക്കൂടാരം ഉദ്ഘാടനവും വിജയോത്സവവും സംഘടിപ്പിച്ചു. യോഗാ ദിനാചരണവും നടന്നു. മഞ്ചേശ്വരം ജംഗ്ഷനിലെ ആയുർവേദ ഷോപ്പിൽ നടന്ന മോഷണത്തിൽ പ്രതി പിടിയിൽ. പുത്തൂർ നെല്ലിയാടി സ്വദേശി അഷ്റഫിനെയാണ് പോലീസ് പിടികൂടിയത്. വാർത്തകൾ വിശദമായി. കരുൺ താപ്പയുടെ വിയോഗത്തോടെ കാസർഗോഡിന് നഷ്ടമായത് സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനം കൈമുതലാക്കിയ ജനകീയ നേതാവിനെ. രാഷ്ട്രീയത്തിനപ്പുറത്ത് സ്നേഹത്തിനും സൗഹൃദത്തിനും പ്രാധാന്യം നൽകിയുള്ള ഇടപെടലുകളായിരുന്നു കരുൺ താപ്പയെ കാസർഗോഡിന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാക്കിയത്. അസുഖത്തെ തുടർന്ന് കുറച്ചു മാസങ്ങളായി ചികിത്സയിലായിരുന്നു. കോഴിക്കോട്ടെ മകളുടെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. കാസർഗോട്ടെ പ്രധാന കോൺഗ്രസ് നേതാക്കളിലൊരാളും DCC ജനറൽ സെക്രട്ടറിയും സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉടമയുമായിരുന്ന കരുൺ താപ്പ അന്തരിച്ചു. വെള്ളിയാഴ്ച രാത്രിയോടെ കോഴിക്കോട്ടെ മകളുടെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. കാസർഗോഡ് വിദ്യാനഗർ ചാല റോഡിലെ താപ്പാസ് ഹൗസിൽ താമസിച്ചു വന്നിരുന്ന കരുൺ താപ്പ കുറച്ച് മാസങ്ങളായി അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട്ടെ മകളുടെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതിനിടെയുണ്ടായ അപ്രതീക്ഷിത വിയോഗം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും നാട്ടുകാരെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തി. മേൽപ്പറമ്പ് പള്ളിപ്പുറം സ്വദേശിയായ കരുൺ താപ്പ ദീർഘകാലം പ്രവാസിയായിരുന്നതിന് ശേഷമാണ് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് സജീവമായി ഇറങ്ങിയത്. കാസർഗോഡ് DCC ഓഫീസിന്റെ ചുമതലയുള്ള സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച ഇദ്ദേഹം കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ്, UDF കാസർഗോഡ് മണ്ഡലം കൺവീനർ എന്നീ നിലകളിലും മികച്ച സേവനം കാഴ്ചവെച്ചിട്ടുണ്ട്. പൊതുരംഗത്ത് സൗമ്യമായ പെരുമാറ്റത്തിലൂടെയും പ്രതിബദ്ധതയോടെയുമുള്ള പ്രവർത്തനങ്ങളിലൂടെയും കരുൺ താപ്പ എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്നു. ഭൗതിക ശരീരം രാവിലെ 10:30 കോഴിക്കോട്ട് നിന്നും കാസർഗോഡ് വിദ്യാനഗറിലെ DCC ഓഫീസിലെത്തിച്ചു. മൃതദേഹത്തിൽ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ, DCC പ്രസിഡന്റ് PK ഫൈസൽ തുടങ്ങിയ നേതാക്കൾ ചേർന്ന് പാർട്ടി പതാക പുതപ്പിച്ചു. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ വൻ ജനാവലിയാണ് അന്തിമോപചാരം അർപ്പിക്കുവാനായി എത്തിയത്. DCC ഓഫീസിലെ പൊതുദർശനത്തിനു ശേഷം മൃതദേഹം ചാല റോഡിലുള്ള സ്വവസതിയിൽ എത്തിച്ചു. വിദേശത്തുള്ള മക്കളും മരുമകളും എത്തുവാനുള്ളതിനാൽ സംസ്കാര ചടങ്ങുകൾ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഉദയഗിരിയിലെ സമുദായ ശ്മശാനത്തിൽ നടക്കുമെന്ന് കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ അറിയിച്ചു. കരുൺ താപ്പയുടെ വിയോഗത്തിലൂടെ കോൺഗ്രസിന് ജില്ലയിൽ വലിയൊരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പരേതനായ കുട്ടിയൻ്റെയും ചിരുത പള്ളിപ്പുറത്തിൻ്റെയും മകനാണ്. സരോജിനിയാണ് ഭാര്യ. ശീതൾ, ഷമി, ഡോക്ടർ ശ്വേത എന്നിവർ മക്കളാണ്. ഉൽകൃഷ്, വിനയ്, ഡോക്ടർ രാഹുൽ എന്നിവർ മരുമക്കളാണ്. ഉമേശൻ, ഭാസ്കരൻ, ബാലകൃഷ്ണൻ, പുഷ്പ, പരേതയായ ലീല എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വലിയൊരു അപകടത്തിൽ നിന്നും ജീവിതം തിരിച്ചുപിടിക്കാനിറങ്ങിയ മധൂർ കല്ലക്കട്ടയിലെ സഫ്വാനെ പിന്തുടർന്ന് വീണ്ടും ദുരന്തം. തന്റെ കോഴി വളർത്തൽ കേന്ദ്രം തകർത്ത് തെരുവ് നായക്കൂട്ടം കൊന്നൊടുക്കിയത് 50ഓളം കോഴികളെ. ഏക വരുമാനവും ഇല്ലാതായതോടെ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുകയാണ് ഈ യുവാവ്. മധൂർ പട്ള ചെന്നിക്കുടലിലെ തോട്ടത്തിനകത്തെ നാടൻ കോഴി വളർത്തൽ കേന്ദ്രം തകർത്താണ് കോഴികളെ കൂട്ടത്തോടെ തെരുവ് നായക്കൂട്ടം കൊന്നൊടുക്കിയത്. 5000 രൂപ വില വരുന്ന മികച്ച പ്രത്യുൽപാദന ശേഷിയുള്ള 6 പൂവൻ കോഴികളും കൊന്നൊടുക്കിയ കോഴികളുടെ കൂട്ടത്തിലുണ്ട്. മധൂർ കല്ലക്കട്ടയിലെ സഫ്വാന്റെ കോഴി വളർത്തൽ കേന്ദ്രമാണ് തെരുവ് നായകളുടെ രാത്രി വിഹാരത്തിന് ഇരയായത്. വെള്ളിയാഴ്ച പുലർച്ചെ 5:30 സംഭവം. സഫ്വാൻ വ്യാഴാഴ്ച രാത്രി തീറ്റയും വെള്ളവും കൊടുത്ത് കോഴി വളർത്തൽ കേന്ദ്രം പൂട്ടിപ്പോയതായിരുന്നു. പുലർച്ചെ ശബ്ദം കേട്ട് സമീപവാസികൾ വന്നു നോക്കിയപ്പോഴാണ് തെരുവ് നായക്കൂട്ടത്തിന്റെ പരാക്രമം കണ്ടത്. വടിയെടുത്ത് നായ്ക്കളെ ഓടിച്ചാണ് മറ്റു കോഴികളെ രക്ഷിച്ചത്. 4 നായകളാണ് കൂട്ടിൽ ഉണ്ടായിരുന്നത്. കൂടിനായി കെട്ടിയ നെറ്റും ഡോറും തകർത്താണ് നായകൾ അകത്ത് കയറിയത്. 1,00,000-ലധികം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി സഫ്വാൻ പറഞ്ഞു.
നല്ല ഇനങ്ങൾ, നമ്മൾ തനതായ നാടൻ ശൈലിയിലുള്ള ഇനങ്ങൾ തനതായ രീതിയിൽ ഫ്രീ റേഞ്ചിൽ വിട്ട് വളർത്തിക്കൊണ്ട് വരാനുള്ള ഒരു പ്ലാൻ, അങ്ങനെയുള്ളൊരു സംരംഭത്തിൻ്റെ തുടക്കമായിരുന്നു ഇത്. അങ്ങനെ പലയിടങ്ങളിൽ നിന്നായി ഞാൻ സെലക്ട് ചെയ്ത് വെച്ച പാരൻസാണ് എനിക്ക് മിനിയാന്ന് ഒറ്റ രാത്രി കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത്. അതിലുള്ള ഒരു വൈറ്റ് റൂസ്റ്റർ, അത് തമിഴ്നാട് ദിണ്ടുക്കലിൽ നിന്ന് വരുന്ന ഇനങ്ങളാണ്. അതിന് 5000 രൂപയിൽ കൂടുതലാണ് വില. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിലയിൽ കൂടുതൽ ഞാൻ 8 മാസത്തോളം അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും പാരൻസിനെ ഞാൻ ഇവിടെ നിലനിർത്തിയിട്ട് കളക്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാനുള്ളതാണ് എനിക്ക് ഇപ്പോൾ മുഴുവനായിട്ടും നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇനി അതിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇനിയും 6-7 മാസങ്ങൾ വീണ്ടും എടുക്കുകയും ഇതിൻ്റെ വില മാത്രമല്ല, നമുക്ക് ആ വരുന്ന ട്രാവലിങ്ങും ആ നമുക്ക് വരുന്ന എല്ലാ ചിലവുകളും അതിൻ്റെ കൂടെ വഹിക്കേണ്ടതുണ്ട്. ഇലക്ട്രീഷ്യനായിരുന്ന സഫ്വാൻ 1 വർഷം മുൻപ് കട്ടർ മെഷീൻ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നതിനിടെ ഇരുകൈയും മറ്റു തൂങ്ങി മാസങ്ങളോളം മംഗളൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 25 ലക്ഷത്തോളം രൂപയുടെ ചികിത്സ നടത്തിയാണ് യുവാവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഇലക്ട്രീഷ്യൻ ജോലി ചെയ്യാൻ കഴിയാതെ വന്നതോടെയാണ് നാടൻ കോഴി വളർത്തു കേന്ദ്രം തുടങ്ങി കുടുംബം പുലർത്തുന്നത്. സർക്കാരിന്റെ സഹായത്തോടെ ഹാച്ചറി ഉൾപ്പെടെ സ്ഥാപിച്ച് കോഴി വളർത്തു കേന്ദ്രവും മുട്ട ഉൽപാദനവും വിപുലമാക്കാനുള്ള ശ്രമം നടന്നുവരുന്നതിനിടയിലാണ് കോഴി വളർത്തു കേന്ദ്രം തെരുവ് നായ്ക്കൂട്ടം തകർത്തത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോൺഗ്രസ് കാസർഗോഡ് ബ്ലോക്ക് നേതൃയോഗം നടന്നു. മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. RSSുമായി CPM ബന്ധപ്പെട്ടിരുന്നു എന്നത് ഒരു ചരിത്ര സത്യമാണെന്നത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ വെളിപ്പെടുത്തിയതായി MM ഹസൻ പറഞ്ഞു. കോൺഗ്രസ് കാസർഗോഡ് ബ്ലോക്ക് നേതൃയോഗം മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അസംതൃപ്തരാണ്. സർക്കാരിനെതിരെ തികഞ്ഞ അമർഷം പ്രകടിപ്പിക്കുന്നതാണ്. ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ജനകീയ പ്രശ്നത്തിന് ഈ 9 വർഷം കൊണ്ട് ഗവൺമെന്റിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഈ സർക്കാരിൻ്റെ എല്ലാ ബജറ്റുകളിലും വസ്തുക്കളെ കൂട്ടി എല്ലാ തരത്തിലും നികുതി വർദ്ധിപ്പിച്ചു. ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങൾക്കും എന്തിനാണ് ചാർജ് കൂട്ടാത്തത്? ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടി. ബ്ലോക്ക് പ്രസിഡന്റ് M രാജീവൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. K നീലകണ്ഠൻ, ഹക്കീം കുന്നിൽ, A ഗോവിന്ദൻ നായർ, R ഗംഗാധരൻ, K ഖാലിദ്, മനാഫ് നുള്ളിപ്പാടെ, അർജുനൻ തായിലങ്ങാടി, ആനന്ദ K മവ്വാർ, ജവാദ് പുത്തൂർ, ശാന്തകുമാരി, കുസുമം ചേനക്കോട്, VV വിജയലക്ഷ്മി, BA ഇസ്മായിൽ, KP നാരായണൻ നായർ, ഷാഹുൽ ഹമീദ്, KT സുഭാഷ് നാരായണൻ, ഹനീഫ ചേരങ്കൈ, കുഞ്ഞി വിദ്യാനഗർ, M പുരുഷോത്തമൻ നായർ, ഖാൻ പൈക്ക, ഉസ്മാൻ അണങ്കൂർ, ഖാദർ മാന്യ, MK ചന്ദ്രശേഖരൻ നായർ, ആബിദ് എടച്ചേരി, K ശ്യാമപ്രസാദ്, ജോണി ക്രാസ്റ്റ, PP സുമിത്രൻ, PK വിജയൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. BJP കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കറന്തക്കാട് സംഘടിപ്പിച്ച പരിപാടിയിൽ ഭാരതാംബയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ഭാരതമാതാവിനെ എതിർക്കുന്നതിന് പിന്നിൽ വൈദേശിക പ്രത്യയശാസ്ത്രമെന്ന് പുഷ്പാർച്ചനയ്ക്ക് ശേഷം സംസാരിക്കവേ BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി പറഞ്ഞു. ഭാരതാംബ വിവാദം കൊഴുക്കുന്നതിനിടെ കാസർഗോട്ട് ഭാരതാംബയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി BJP. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കറന്തക്കാട്ട് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഭാരതാംബയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയത്. ഭാരതമാതാവിനെ എതിർക്കുന്നതിനു പിന്നിൽ വൈദേശിക പ്രത്യയശാസ്ത്രമെന്ന് പുഷ്പാർച്ചനയ്ക്ക് ശേഷം സംസാരിക്കവേ BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി പറഞ്ഞു. ഭരണ നേട്ടങ്ങളൊന്നും പറയാനില്ലാത്തതിനാൽ പിണറായി വിജയൻ സർക്കാർ ഭാരതമാതാവിനെ ലക്ഷ്യമിടുകയാണെന്നും അശ്വിനി കൂട്ടിച്ചേർത്തു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, ജില്ലാ ട്രഷറർ വീണ അരുൺ ഷെട്ടി, ജില്ലാ സെക്രട്ടറിമാരായ അശ്വിനി KM, സഞ്ജീവ പുളിക്കൂർ, സംസ്ഥാന കമ്മിറ്റി അംഗം സവിത ടീച്ചർ, കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് ഗുരുപ്രസാദ് പ്രഭു, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ശ്രീധര കൂഡ്ലു, ചന്ദ്രശേഖർ, മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് P രമേശ്, മറ്റു മണ്ഡലം പഞ്ചായത്ത് ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മത്സ്യത്തൊഴിലാളികളോട് പഞ്ചായത്ത് അധികാരികൾ കാട്ടുന്ന അവഗണനയ്ക്കെതിരെ STU മഞ്ചേശ്വരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. AK അഷ്റഫ് MLA പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ അധിവസിക്കുന്ന മഞ്ചേശ്വരം പഞ്ചായത്ത് പരിധിയിലെ മത്സ്യത്തൊഴിലാളികളോട് പഞ്ചായത്ത് അധികാരികൾ കാട്ടുന്ന അവഗണനയ്ക്കെതിരെ STU മഞ്ചേശ്വരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി.
മത്സ്യത്തൊഴിലാളികളെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് അധികാരികളുടേതെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. മഞ്ചേശ്വരം MLA AK അഷ്റഫ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളൊരു കാര്യം പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിക്കുന്നത്, നിങ്ങൾ എല്ലാവിധ സാമ്പാറോടുകൂടി ലീഗിനെ തകർക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി RSSകാരുടെ പിന്തുണയോടുകൂടി ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് എന്നറിയാം. നിങ്ങളുടെ നാളുകൾ എണ്ണുകയാണ്. 8 മാസത്തിന് ശേഷം ഈ പഞ്ചായത്തിന്റെ ഭരണം ഞങ്ങളുടെ കയ്യിൽ വരും. ഞങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ഇതേപോലെ ഞങ്ങളുടെ ഭരണകാലം നൽകിയ റിപ്പയറിംഗിന്റെയും വീടിന്റെയും ആവശ്യം ഞങ്ങളുടെ ഭരണസമിതിയെ കൊണ്ട് അവർ നൽകി ആശ്വസിപ്പിച്ച് പകരം കിട്ടുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ STU ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ അസീസ് കടപ്പുറം അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് മഞ്ചേശ്വരം പഞ്ചായത്ത് സെക്രട്ടറി കജ അബ്ദുള്ള സ്വാഗതം പറഞ്ഞു. STU സംസ്ഥാന സെക്രട്ടറി KP മുഹമ്മദ് അഷ്റഫ്, മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ UK സെയ്ഫുള്ള തങ്ങൾ, അസീസ് ഹാജി, KMK അബ്ദുറഹ്മാൻ ഹാജി, പഞ്ചായത്ത് അംഗം മുംതാസ് സമീറ, മഞ്ചേശ്വരം പഞ്ചായത്ത്, മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, MSF, STU നേതാക്കളും പ്രതിഷേധത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് പോഷ് ആക്ട് 2013 ശില്പശാല സംഘടിപ്പിച്ചു. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P കുഞ്ഞായിഷ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് കേരള വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ പോഷ് ആക്ട് 2013 ശില്പശാല സംഘടിപ്പിച്ചത്. രാവിലെ 10 മണി മുതൽ ആരംഭിച്ച ശില്പശാല വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P കുഞ്ഞായിഷ ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള ഒരു വേദി ഇവിടെ സംഘടിപ്പിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, വനിതാ കമ്മീഷനിൽ വരുന്ന പരാതികൾ പരിശോധിച്ചപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വേദി, ഒരു പോഷ് ആക്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ശില്പശാല സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ളൂ. കാരണം വിവിധ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, അത് നമ്മുടെ സർക്കാർ തലത്തിലായാലും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലായാലും സ്ത്രീകൾക്ക് നേരെയുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി പരാതികൾ 14 ജില്ലകളിൽ നിന്നും വനിതാ കമ്മീഷനിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പരാതികൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ തന്നെ ഓരോ മാസവും പരാതികളുടെ എണ്ണം വർദ്ധിക്കുന്നതല്ലാതെ കുറയുന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു ആക്ടിനെ കുറിച്ച് തന്നെ നമുക്കൊരു ശില്പശാല നടത്തുന്നതിന് വേണ്ടി വനിതാ കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഓഫീസർമാരായ L ഷീബ, A ലത എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് PM ആതിര വിഷയം അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന ചർച്ചയ്ക്ക് അഡ്വക്കേറ്റ് A ആശാലത നേതൃത്വം നൽകി. വനിതാ കമ്മീഷൻ പബ്ലിക് റിലേഷൻസ് ഓഫീസർ S സന്തോഷ് കുമാർ സ്വാഗതവും പ്രൊജക്ട് ഓഫീസർ N ദിവ്യ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാർഡക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റാർസ് വർണ്ണക്കൂടാരം ഉദ്ഘാടനവും വിജയോത്സവവും വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ഉദ്ഘാടനം ചെയ്തു. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി യോഗ പരിശീലനവും നടന്നു. കാറടുക്ക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റാർസ് വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനവും അക്കാദമിക തലത്തിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനം നൽകലും സ്കൂൾ റേഡിയോ ഉദ്ഘാടനവും വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു. വർണ്ണക്കൂടാരത്തിലേക്ക് പ്രീ പ്രൈമറി കുട്ടികൾക്ക് SSK ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പഠനോപകരണങ്ങൾ വാങ്ങിയത്. ജില്ലയിലെ പ്രമുഖ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ ഉൾപ്പെടുത്തി 2 ദിവസത്തെ ശില്പശാല നടത്തി. ഇതിൽ നിന്നുമാണ് കുട്ടികൾക്ക് ആവശ്യമായ കളിയുപകരണങ്ങൾ നിർമ്മിച്ചത്. മനോഹരമായ കളിയിടവും പൂന്തോട്ടവും ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചു. ഇത്തരത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ അതിമനോഹരമായ വർണ്ണക്കൂടാരമാണ് കാറടുക്ക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുങ്ങിയത്. വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ നിർവഹിച്ചു. നല്ല എഡ്യൂക്കേഷൻ നമുക്ക് ഗവൺമെൻറ് സ്കൂളിലാണ് കിട്ടുന്നത്. അതുമാത്രമല്ല, എല്ലാ തരത്തിലുള്ള കുട്ടികളുമായി ഇടപഴകാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും. ഈ വർണ്ണക്കൂടാരത്തിലൊക്കെ പോയി 10ാം ക്ലാസ്സിലേക്ക് എത്താൻ പോകുന്ന കുട്ടികൾ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ ഈ സ്കൂള് വലിയൊരു ലെവലിലേക്കാണ് നമ്മുടെ സ്കൂളിൻ്റെ മുമ്പോട്ടേക്കുള്ള പോക്ക്. അപ്പോൾ നമ്മൾ കുട്ടികളും അതോടൊപ്പം നല്ല സ്പീഡിൽ തന്നെ അവരെ അക്കാഡമിക് തലത്തിലും അതുപോലെ മറ്റ് വിഷയങ്ങളിലുമെല്ലാം
അവർ മുമ്പോട്ട് വന്നുകൊണ്ടുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ഈ പ്രദേശത്തെ PTA കൂടി ഒപ്പം ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ നേരത്തെ ഈ വർണ്ണക്കൂടാരത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അത് PTA ഏറ്റെടുത്ത് ചെയ്തതാണ്. ആ PTA കമ്മിറ്റിയെ ഏറ്റവും ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. PTA അധ്യക്ഷ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ മീര ജോസ് ആമുഖ പ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ പ്രസീജ എ, കുമ്പള BPC ഷീന എ, മൊഗ്രാലി HM ജയറാം ജെ, SMC ചെയർമാൻ സുരേഷ് മുടാംകുളം, മദർ PTA പ്രസിഡന്റ് രഞ്ജിനി സുരേന്ദ്രൻ, സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ജ്യോതികുമാരി എ, മുൻ അധ്യാപകൻ രാജൻ PP എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. സ്കൂൾ HM സഞ്ജീവ M സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ അശോകൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് അക്കാദമിക തലത്തിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനം നൽകി. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ 28 പേർ, 17 LSS സ്കോളർഷിപ്പ് വിജയികൾ, 26 USS സ്കോളർഷിപ്പ് വിജയികൾ, ഒരു NMMS സ്കോളർഷിപ്പ് വിജയി, VHSE ജില്ലാ ടോപ്പർ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥി എന്നിവരെയാണ് അനുമോദിച്ചത്. തുടർന്ന് സ്കൂൾ റേഡിയോ ഉദ്ഘാടനം നടന്നു. സ്കൂളിലെ അധ്യാപകനായ സതീശൻ മാഷാണ് കുട്ടി റേഡിയോ എന്ന ഈ സംവിധാനത്തിന് പിന്നിൽ. വിദ്യാർത്ഥികളും മറ്റ് അധ്യാപകരും സ്കൂൾ ജീവനക്കാരും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. സ്കൂളിൽ യോഗാ ദിനം ആചരിക്കുകയും യോഗ ട്രെയിനർ കവിത യോഗ പരിശീലനം നൽകുകയും ചെയ്തു. വർണ്ണക്കൂടാരത്തിലേക്കായി BRC സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ ചേർന്ന് 2 ദിവസത്തെ ശില്പശാലയിലുണ്ടാക്കിയ പഠനോപകരണങ്ങളുടെ പ്രദർശനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSDA കാസർഗോഡ് ഉപജില്ലാ കമ്മിറ്റി കാസർഗോഡ് BRCക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KG പ്രതീഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തോടുള്ള കേന്ദ്രത്തിൻ്റെ പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക, കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫണ്ടുകൾ സമയബന്ധിതമായി അനുവദിച്ചു തരുക, സമഗ്ര ശിക്ഷ കേരളയെ തകർക്കുന്ന കേന്ദ്രത്തിൻ്റെ തെറ്റായ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് KSDA കാസർഗോഡ് ഉപജില്ലാ കമ്മിറ്റി കാസർഗോഡ് BRCക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. KSDA ജില്ലാ ജോയിന്റ് സെക്രട്ടറി KG പ്രതീഷ് ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് ഡോക്ടർ വിനോദ് കുമാർ പെരുമ്പള അധ്യക്ഷത വഹിച്ചു. ജില്ലാ നിർവാഹക സമിതി അംഗങ്ങളായ C പ്രശാന്ത്, E വിനോദ് കുമാർ, KRTA ജില്ലാ പ്രസിഡന്റ് K സിന്ധു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വിൻസിമോൾ VG, ലളിതാകുമാരി M തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സെക്രട്ടറി A മധുസൂദനൻ സ്വാഗതവും ട്രഷറർ T മധു പ്രശാന്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന കവർച്ചാ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഓടിപ്പോയി. ഒളിവിൽ പോകാനുള്ള ശ്രമത്തിനിടയിൽ പ്രതിയെ 1 മണിക്കൂറിനകം പോലീസ് അറസ്റ്റ് ചെയ്തു. തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന കവർച്ചാ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയോടി. ഒളിവിൽ പോകുവാനുള്ള ശ്രമത്തിനിടയിൽ 1 മണിക്കൂറിനകം പ്രതി അറസ്റ്റിൽ. വേക്കൽ തായൽ മവുൾ സ്വദേശിയും തച്ചങ്ങാട് അറവത്തെ ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ PK മുഹമ്മദ് സഫാനെയാണ് വെള്ളിയാഴ്ച രാത്രി 8:30 മണിയോടെ തൃക്കണ്ണാട് മലാങ്കുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. മോഷണക്കേസിന് പുറമെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടതിനും പ്രതിക്കെതിരെ കേസെടുത്തു. വ്യാഴാഴ്ച രാത്രിയാണ് തച്ചങ്ങാട് സ്കൂൾ കോമ്പൗണ്ടിനകത്ത് പള്ളിക്കര പഞ്ചായത്ത് CDS നടത്തുന്ന മാക്കെയർ ഷോപ്പിൽ കവർച്ച നടന്നത്. സ്കൂളിന് സമീപത്തെ CCTV ക്യാമറ പരിശോധിച്ചതിൽ പ്രതി സഫാനാണെന്ന് വ്യക്തമാവുകയും തുടർന്ന് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ മൊഴിയെടുത്ത ശേഷം സ്റ്റേഷനകത്ത് ഇരുത്തിയതായിരുന്നു. ഇതിനിടയിൽ പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ച് സഫാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയോടി. പോലീസുകാർ പിറകെ ഓടിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് കസ്റ്റഡി ചാട്ടത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ തിരയുന്നതിനിടയിലാണ് മലാങ്കുന്ന് റെയിൽവേ ട്രാക്കിന് സമീപത്ത് വെച്ച് സഫാൻ ബേക്കൽ പോലീസ് ഇൻസ്പെക്ടർ KP ഷൈനിന്റെയും സംഘത്തിന്റെയും പിടിയിലായത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൊയോങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. തങ്കയം മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക ഗ്രന്ഥാലയ ഹാളിൽ നടന്ന പരിപാടി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി തെക്കുംപാട് യുവജന ഗ്രന്ഥാലയം വനിതാവേദിയുടെ നേതൃത്വത്തിൽ യോഗാ നൃത്തം, MAM വായനാശാല യോഗ ക്ലബിന്റെ നേതൃത്വത്തിൽ യോഗാ പ്രദർശനം, സൂര്യ നമസ്കാരം എന്നിവ നടന്നു. തങ്കയം മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സ്മാരക ഗ്രന്ഥാലയ ഹാളിൽ നടന്ന പരിപാടി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ തൃക്കരിപ്പൂരിൽ യോഗയുമായി നല്ലൊരു ബന്ധമുണ്ട് എന്ന് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇത് ജനങ്ങൾ ക്ലിക്ക് ചെയ്തത്. ഞങ്ങളതിൻ്റെ ഒരു ഭാഗത്തു നിന്ന് പറയാനോ ഈ കോവിഡിന് ശേഷമാണ് ഇത് യഥാർത്ഥം വ്യാപകമായിട്ടുള്ളത്. കാരണം ജനങ്ങൾ ഒരുപാട് ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടും
ഈ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ യോഗയുമായി മുന്നോട്ട് വന്നപ്പോൾ അവർക്കുണ്ടായിരുന്ന ശ്വാസതടസ്സം അല്ലെങ്കിൽ ലെൻസ് സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത്തരം അസുഖങ്ങൾ മാറിക്കിട്ടുന്ന ഒരു സംഭവമുണ്ട്. പഞ്ചായത്ത് അംഗം AK സുജ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി മുഖ്യാതിഥിയായിരുന്നു. കൊയോങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഭാഗ്യശ്രീ, ലൈബ്രറി കൗൺസിൽ നേതൃസമിതി കൺവീനർ VK രതീശൻ, ഗ്രന്ഥാലയം യോഗ ക്ലബ് കോർഡിനേറ്റർ KV ഗംഗാധരൻ, വായനാശാല വൈസ് പ്രസിഡന്റ് ദാമു കാറമേൽ എന്നിവർ സംസാരിച്ചു. പരിശീലകരായ ലീന പ്രമോദ്, സിന്ദൂര സത്യൻ എന്നിവർ യോഗ പ്രദർശനത്തിന് നേതൃത്വം നൽകി. യോഗാ ദിനാചരണ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ പേരും പ്രാണായാമം ചെയ്തു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം ജംഗ്ഷനിലെ ആയുർവേദ ഷോപ്പിൽ 2 ദിവസം മുൻപ് നടന്ന മോഷണത്തിൽ പ്രതി പിടിയിൽ. പുത്തൂർ നെല്ലിയാടി സ്വദേശി അഷ്റഫിനെയാണ് പോലീസ് പിടികൂടിയത്. മോഷണവുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. മഞ്ചേശ്വരം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ജഗദീഷ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ആയുർവേദ ഷോപ്പിൽ 2 ദിവസം മുൻപ് നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് ഒരാൾ പിടിയിൽ. CCTV ദൃശ്യങ്ങളിൽ നിന്നും ആളെ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കർണാടക പുത്തൂർ നെല്ലിയാടി സ്വദേശി അഷ്റഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഷണം നടന്ന ദിവസം രാത്രിയിൽ ഷട്ടർ തകർത്ത് കടയ്ക്കകത്ത് കയറിയ അഷ്റഫ് ഡ്രോയറിൽ സൂക്ഷിച്ചിരുന്ന 10,000 രൂപ മോഷ്ടിച്ചിരുന്നു. മോഷണത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ഒരു ഓട്ടോ ഡ്രൈവർ ഈ ദൃശ്യങ്ങൾ കണ്ട് കള്ളനെ തിരിച്ചറിയുകയും പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. മോഷ്ടാവിനെക്കുറിച്ച് നൽകിയ സൂചനയുടെ അടിസ്ഥാനത്തിൽ മഞ്ചേശ്വരം പോലീസ് കർണാടക അതിർത്തിയിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി വലയിലാവുന്നത്. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. രാജ്യാന്തര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മൊഗ്രാലിൽ പ്രഭാത വ്യായാമ കൂട്ടായ്മയായ MEC7ന്റെ ആഭിമുഖ്യത്തിൽ യോഗ ക്ലാസ് സംഘടിപ്പിച്ചു. മുഹമ്മദ് കുഞ്ഞി നാങ്കി ക്ലാസിന് നേതൃത്വം നൽകി. രാജ്യാന്തര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മൊഗ്രാലിലെ പ്രഭാത വ്യായാമ കൂട്ടായ്മയായ MEC7ന്റെ ആഭിമുഖ്യത്തിൽ മൊഗ്രാൽ ടൗണിലെ റഹ്മാനിയ റെസ്റ്റോറന്റ് കോമ്പൗണ്ടിൽ പ്രഭാത വ്യായാമത്തിന് ശേഷം യോഗ ക്ലാസ് സംഘടിപ്പിച്ചു. K മുഹമ്മദ് കുഞ്ഞി നാങ്കി യോഗ ക്ലാസിന് നേതൃത്വം നൽകി. MEC7 ചീഫ് കോർഡിനേറ്റർ M മാഹിൻ അധ്യക്ഷത വഹിച്ചു. ട്രെയിനർ PM മുഹമ്മദ് കുഞ്ഞി ടൈൽസ് പരിപാടി നിയന്ത്രിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അൽ ഖിദ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് കാഞ്ഞങ്ങാട് പടിഞ്ഞാർ മർഹൂം മെട്രോ മുഹമ്മദ് ഹാജി സാഹിബ് സ്മരണാർത്ഥം നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു. ഷാർജ KMCC കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ കല്ലൂരാവി പ്രകാശനം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലയിലെ മത, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമായ അൽ ഖിദ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് കാഞ്ഞങ്ങാട് പടിഞ്ഞാർ മർഹൂം മെട്രോ മുഹമ്മദ് ഹാജി സാഹിബ് സ്മരണാർത്ഥം നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ബ്രോഷർ പ്രകാശനം ഷാർജ KMCC കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ കല്ലൂരാവി നിർവഹിച്ചു. ട്രസ്റ്റ് മുഖ്യ രക്ഷാധികാരി അബ്ദുൾ റസാഖ് ആറങ്ങാടി, ട്രസ്റ്റ് ചെയർമാൻ ഹനീഫ ന്യൂഡൽഹി, ട്രസ്റ്റ് കൺവീനർ അബ്ദുൾ കലാം TK, ട്രസ്റ്റ് ഗോൾഡൻ കിറ്റ് കോർഡിനേറ്റർ അബ്ദുൾ റസാഖ് മൗലവി, ട്രസ്റ്റ് ട്രഷറർ ഹസൻ പടിഞ്ഞാർ, ട്രസ്റ്റ് ഗ്ലോബൽ കമ്മിറ്റി കൺവീനർ സലീം കുന്നുമ്മൽ, വർക്കിംഗ് കൺവീനർ റാഷിദ് TK, ട്രസ്റ്റ് ഗ്ലോബൽ കമ്മിറ്റി കോർഡിനേറ്റർ ഫാസിൽ PV, വൈസ് പ്രസിഡന്റ് നിയാസ്, ട്രസ്റ്റ് മെമ്പർ കുഞ്ഞാമത്, പാലിയേറ്റീവ് കോർഡിനേറ്റർ സാദിഖ് പടിഞ്ഞാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തരിശുപാടത്ത് നെൽകൃഷി ഇറക്കാനൊരുങ്ങി പെരിയ പരപ്പക്കെട്ട് ശ്രീ വയനാട്ടുകുലവൻ സേവാസമിതി. 4 ഏക്കറോളം തരിശു ഭൂമിയിലാണ് നെൽകൃഷി ഇറക്കുന്നത്. പെരിയ തരിശുപാടത്ത് നെൽകൃഷിയുമായി പരപ്പക്കെട്ട് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്തിന്റെയും ദേവസ്ഥാന രക്ഷാധികാരി P ഗംഗാധരൻ നായർ പരപ്പക്കെട്ട് എന്നിവരുടേതടക്കം 4 ഏക്കറോളം തരിശുഭൂമിയിലാണ് നെൽകൃഷി ഇറക്കുന്നത്. ഞാറുനടിയിൽ ഉത്സവം പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ദേവസ്ഥാന പ്രസിഡന്റ് പ്രമോദ് പെരിയ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാർത്തിയായനി കൃഷ്ണൻ, ക്ഷേത്ര രക്ഷാധികാരി P ഗംഗാധരൻ നായർ, ഓഫീസർ K ജയപ്രകാശ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ K മണികണ്ഠൻ, സുനിൽ മൂന്നാം കടവ്, കുഞ്ഞിക്കണ്ണൻ ബദിരക്കടവ്, തമ്പാൻ നായർ പരപ്പക്കെട്ട്, ഭാസ്കരൻ മൂര്യാനം, മണികണ്ഠൻ മിന്നുംകുളം, പത്മനാഭൻ നായർ, ഷൈനി കുഞ്ഞമ്പു, ഉർമിള പരപ്പക്കെട്ട്, ഉമ ചെരുമ്പപ്പാറ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സർക്കാർ ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കേരളം, വൺ എർത്ത് വൺ ഹെൽത്ത് 11ാം അന്താരാഷ്ട്ര യോഗാ ദിനം കാസർഗോഡ് ജില്ലാതല പരിപാടി നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത്. കേരള സർക്കാർ ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കേരള, വൺ എർത്ത് വൺ ഹെൽത്ത് 11ാം അന്താരാഷ്ട്ര യോഗാ ദിന കാസർഗോഡ് ജില്ലാതല പരിപാടി കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് നടന്നത്.
കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ബേസിൽ, ഡോക്ടർ നിർമ്മല, ഡോക്ടർ മഹേഷ് PS, MV നാരായണൻ, ഡോക്ടർ ശ്രുതി പണ്ഡിറ്റ്, ഡോക്ടർ പ്രദീപ് ദാമോദരൻ, ഡോക്ടർ വിനോദ്, MS സീനിയർ സൂപ്രണ്ട് ബിന്ദു V എന്നിവർ സംസാരിച്ചു. ISM ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ തുഷാര P സ്വാഗതവും ഡോക്ടർ ഹർഷൻ സൂസൻ ഏലിയാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരുൺ താപ്പയുടെ വിയോഗത്തോടെ കാസർഗോഡിന് നഷ്ടമായത് സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനം കൈമുതലാക്കിയ ജനകീയ നേതാവിനെ. അസുഖത്തെ തുടർന്ന് കുറച്ചു മാസങ്ങളായി ചികിത്സയിലായിരുന്നു. കോഴിക്കോട്ടെ മകളുടെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. കോഴി വളർത്തൽ കേന്ദ്രം തകർത്ത് തെരുവ് നായക്കൂട്ടം. കൊന്നൊടുക്കിയത് 50ഓളം കോഴികളെ. ഏക വരുമാനവും ഇല്ലാതായതോടെ ജീവിതം തന്നെ വഴിമുട്ടി കല്ലക്കട്ടയിലെ സഫ്വാൻ. കോൺഗ്രസ് കാസർഗോഡ് ബ്ലോക്ക് നേതൃയോഗം നടന്നു. മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. STU മഞ്ചേശ്വരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. AK അഷ്റഫ് MLA പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കാർഡിക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റാർസ് വർണ്ണക്കൂടാരം ഉദ്ഘാടനവും വിജയോത്സവവും സംഘടിപ്പിച്ചു. യോഗാ ദിനാചരണവും നടന്നു. മഞ്ചേശ്വരം ജംഗ്ഷനിലെ ആയുർവേദ ഷോപ്പിൽ നടന്ന മോഷണത്തിൽ പ്രതി പിടിയിൽ. പുത്തൂർ നെല്ലിയാടി സ്വദേശി അഷ്റഫിനെയാണ് പോലീസ് പിടികൂടിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.